വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. മോള് നന്നായിട്ട് വായിക്കുന്നുണ്ട്. ഒന്നുകൂടെ വായിച്ചു. 13 മുതൽ വായിച്ചു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ ഓടിച്ച് വായിച്ചു മോളെ. സഹോദരന്മാരെ, മോടെ പേരെന്തുവാ? ഏഞ്ചൽ വായിക്കും. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊല്ലുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശുവും മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ. സമയം പോകുന്നത് കൊണ്ട് എല്ലാ ഭാഗങ്ങളും വീണ്ടും ആവർത്തിപ്പിച്ച് വായുന്നില്ല. വായിച്ച തിരുവെടുത്തിനായി കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറ. അക്കരെ നടത്തിയ ശുദ്ധതകാർ കാത്തുപാർക്കുന്നുണ്ടോ നാമും ചേർന്നിടുവാനായി. കാത്തുപാർക്കുന്നുണ്ടോ നാമും ചേർന്നിടുവാനായി. ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി. ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി. വിളിച്ചിടുന്നു പോകാം നമുക്ക്. വിളിച്ചിടുന്നു പോകാം നമുക്ക്. തുല്യമില്ലാതെ ഇളഞ്ഞിടും സ്വപ്ന. തുല്യമില്ലാതെ പട്ടണക്കാരായവർ എന്നോ കണ്ടിടോ. സ്വർണ്ണ പട്ടണക്കാരായവർ എന്നോ കണ്ടിടോ. മുത്തുഗോപുരങ്ങളാൽ ശോഭന തരുകളെ. മുത്തു ഉണ്ടാവേ പ്രഭാ കൂടത്തെ കാണും. ഉണ്ടാവേ പ്രഭാ കൂടത്തെ ദേവസൂത സന്തതികൾ. ദേവപുരവാസികളോ എന്നു ചേർന്നിടോ. ദേവപുരവാസികളോടെന്നു യോപന രാജനോടുകൂടെ ആ ശോഭന. മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. മോദാൽ കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. നിങ്ങള് വളരെ അതീവ ദുഃഖത്തിലും നിരാശയിലും ഒന്നും ഇരിക്കേണ്ട. കൊച്ചമ്മയച്ചാനും വളരെ പ്രത്യാശയോടാ പോയത്. അത് പോകേണ്ട സ്ഥലത്തുവാ പോയിരിക്കുന്നത്. സ്തോത്രം. ചിലർക്ക് ഇപ്പോഴും സംശയം അങ്ങോട്ട് ചെന്നിട്ടുണ്ടോ എന്ന്. സൂക്ഷിച്ച് അവിടെ ചെന്നിട്ടുണ്ട്. അതെങ്ങനെ അറിയാം? അവരുടെ ജീവിതം കണ്ടപ്പോഴേ അറിയാമായിരുന്നല്ലോ. ഈ കുഞ്ഞുങ്ങളെല്ലാം ദൈവകൃപയിൽ ശോഭിക്കുന്നത് കാണുമ്പോൾ പിന്നെ അറിയാമല്ലോ. തന്നെയല്ല, എന്റെ ഭാഷ പറഞ്ഞ പിച്ചും പിരാന്തം പറഞ്ഞല്ലേ പോയത്. സ്തോത്രം പറഞ്ഞാ പോയത്. അനാവശ്യം പറഞ്ഞു പോയ പല ആൾക്കാരുണ്ട്. പിന്നെ കാശുള്ള പിള്ളേരാണെങ്കിൽ അനാവശ്യം പറഞ്ഞൊന്നും എഴുതിയല്ല, പേപ്പർ കൂടെ തന്നെ കർത്താവ് നിദ്ര പ്രാപിച്ചെന്ന ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞാ പോയത്. എന്നാൽ അവർ രണ്ടുപേരും അനാവശ്യം ഒന്നും പറഞ്ഞല്ല പോയത്. സ്തോത്രം പറഞ്ഞാ പോയത്. ഈ അടുത്ത സമയത്ത് നല്ല അന്ത്യം കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അതെ, മരിക്കാനായിട്ട് ഒരുങ്ങിയേ ചെയ്യണം. ഇന്ന് രാത്രി ഇവിടെ പലരും ഒരുങ്ങിയാ വന്നത്. നന്നായിട്ട് ഒരുങ്ങി വന്നവരുണ്ട്. കാണുമ്പോൾ അറിയാം, തെറ്റല്ല. നന്നായിട്ട് ഒരുങ്ങണമല്ലോ. അതിനുപരി മരിക്കാനായിട്ട് ഒരുങ്ങണം. നോട്ടോ ഇരിപ്പം കണ്ടാ പോകാൻ ഒരു താല്പര്യമില്ല, പോകുകയല്ലെന്ന് പറഞ്ഞാ ഇരിക്കുന്നത്. സൂക്ഷം നീ പോവും. അതിനൊരു തർക്കവുമില്ല. ഞാനെപ്പോഴും പറയും, പണ്ടൊക്കെ പെട്ടെന്ന് പോകുകയല്ല, വലിച്ചു കിടക്കും. നമ്മൾ ഇന്ന് എങ്ങനെ ഉണ്ട്? ഒരു കുറുകുറുപ്പ് മുട്ടലുമുണ്ട്. മിക്കവാറും വെളുപ്പിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ വെളുപ്പിനെ ചെല്ലുമ്പോൾ പുള്ളി പൊടിയരി കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്നത് പ്ലാവല ഓട്ടി. പോകാനൊന്നും താല്പര്യമില്ല. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ചെന്ന് നോക്കി, ഇന്നെങ്ങനെ ഉണ്ട്? ഇന്ന് കാലിന്റെ പൊത്തൊക്കെ ഒരു നേരുമൊക്കെ ഉണ്ട്. ഒരു ക്ഷീണമാ. ചെള്ളയ്ക്ക് ഒരു നേർക്കോള് ഉണ്ട്. മിക്കവാറും നമ്മൾ പിറ്റേന്ന് ചെന്നപ്പോൾ പുള്ളി ഒട്ടുപാല് പറിച്ച് കിടക്കുന്നു വടിയും കുത്തി എന്ന് പറഞ്ഞാൽ ഈ മൂപ്പിലേക്ക് ഇവിടുന്ന് പോകാൻ ഒരു താല്പര്യവും ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങൾ വീടുകളിൽ ചെല്ലുമ്പം ചിലയിടത്ത് മക്കൾ പറയാറുണ്ട്, ചിലയിടത്ത് മിക്കയിടത്തും മരുമക്കൾ പറയും, പാസ്റ്റേ ദൈവഹിതത്തിനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഈ അപ്പൻ ജാകാൻ പ്രാർത്ഥിക്കണമെന്ന് അത് പച്ചയ്ക്ക് പറയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഉപദേശിമാർക്ക് ഇച്ചിരി വെളിവൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം ജാകാനായി പറഞ്ഞു തരുന്നത്. പിന്നെ അതിന്റെ പരുവത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അത് പോകേണ്ട ആളാണ്, അധികം താമസിക്കാതെ അങ്ങനെയൊക്കെ പോയിട്ടുമുണ്ട്. എന്തായാലും കൂടപ്പെട്ടവരോട് കേൾക്കപ്പെട്ടവരോട് പറയാം, സൂക്ഷം മരിക്കും. ഒരു പാട്ട് നമ്മൾ പാടുകയല്ലേ, ഒരിക്കലും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും. എന്താ പേടിച്ച് പാടാത്താന്നോ?
പാട്ടറിയാമല്ലേ? ഏത് പാട്ടാ അവനെ അറിയാവുന്ന പാടാ? മോൻ അറിയത്തില്ലേ പാട്ട്? പേടിയാന്നോ? ഒരിക്കലേ മണ്ണും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൽ ധനികൻ വയസ്സൂവും മരിക്കുന്നില്ലയോ ലോകേ ദരിദ്രൻ ധനികൻ. ഇങ്ങനെ പാടുക തന്നെ മരിക്കും ഉടനെ തന്നെ. അധിക നേരം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ രീതിയിലാണെങ്കിൽ. ഒരു കാര്യം പറയാം, സകല ആൾക്കാരും മരണം വഴിയായി കടന്നു പോകണം. എല്ലാവരും മരണം. കാരണം ദൈവം വെച്ച വ്യവസ്ഥയാ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവതിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്ന് അപ്പോൾ അന്ന് നാമം ജപിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലുക പതിവുണ്ട്. ഹൈന്ദവ സ്നേഹിതൻ നമുക്കറിയാം, കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം വന്ന കളയരുതാരും മരണം വരുവിന് എന്ന് നിനച്ചിക്ക മരുവുക സതത വന്ന നാരായണ ജയ. കുന്നുകൾ പോലെ ധനമുണ്ടെങ്കിലും ഇന്ദ്രന് സമമായി വാണിയിടുകിലും ഒന്നുരിയാടുവതിനിടകിട്ട വന്നാൽ യമഭടർ എന്ന് പറഞ്ഞാൽ കാലന്റെ കിങ്കരന്മാർ. അവിടെ അങ്ങനത്തുള്ള ഭാഷയാ, വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിലല്ല പറയുന്നത്. കാലകിങ്കരന്മാർ കയറുമായിട്ട് വന്ന് വേച്ചന്റെ വെടലി കിട്ടും കുരുക്കിട്ടാൽ വേച്ച ഒരു അക്ഷരം മിണ്ടാൻ ഒക്കത്തില്ല. പാസ്പോർട്ട് എടുക്കാൻ ഒക്കത്തില്ല, പാസ്ബുക്ക് എടുക്കാൻ ഒക്കത്തില്ല, ATM കാർഡ് തങ്കമ്മയുടെ കൊടുക്കാനും ഒക്കത്തില്ല. കാരണം കയറുമായിട്ട് വന്ന് ഇങ്ങനെ അങ്ങോട്ടിട്ട് ഇങ്ങനെ വെക്കാൻ വേവിച്ച് അതിനുള്ളതേ ഉള്ളു ബേബി. ബേബിയുടെ ഇപ്പോഴത്തെ നടപ്പ് കണ്ടാൽ കാലനൊന്നും എന്നെ തൊടുകയല്ല. കാലനെ ഞാൻ കാല് മടക്കി അടിക്കുമെന്നും പറഞ്ഞാൽ നീ ഒഴിവാറെ കൂടെ നടക്കുന്ന സൂക്ഷം നിന്റെ പടലിക്ക് കയറ് വീഴും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിന്റെ പടലിക്ക് കയറ് വീഴുന്നതിന് മുമ്പ് ഞാനും നീയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാണ്. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ മഹത്വരാജന നിന്നിലേക്ക് എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ മഹത്വരാജന നിന്നിലേക്ക് ഓ ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി വര ക്രൂശിൽ മരിച്ചുവല്ലോ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി മരം. മക്കളെ നിങ്ങൾ ഇവിടെ വാ, ഇഞ്ഞു വരാ. ഇതിലെ കയറി വേണേ. ഇവിടെ വന്നിട്ട് നിങ്ങളിവിടെ കേൾക്കേണ്ട കാര്യമാണ്, ചാടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വാ, നിങ്ങൾക്ക് കുഴപ്പമൊന്നും വരികയല്ല. എന്തായാലും അവിടെ കൂടിയിരിക്കാതെ ഇങ്ങോട്ട് ഇവിടെ വന്നിരിക്കാൻ. ഇനി പോണ്ടോ? അപ്പൊ ശ്രദ്ധിക്കുക, മരിക്കുന്നതിന് മുമ്പ്, മരണത്തിന്റെ തണുത്ത കരമെന്ന് തപ്പുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ മുടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് കൊടുക്കണ്ട. അരിയും കൊടുക്കണ്ട, പൊടിയും കൊടുക്കണ്ട, ഏത്തക്കൊലയും കൊടുക്കണ്ട, ആടിനെ കൊടുക്കണ്ട, മാടിനെ കൊടുക്കണ്ട, കന്നാടിയെ കൊടുക്കണ്ട, പൈസ കൊടുക്കണ്ട, വസ്തു എഴുതി കൊടുക്കണ്ട, ഭൗതിക സാധനങ്ങൾ ഒന്നും കൊടുക്കണ്ട. ഞങ്ങൾ സാധാരണ ഉപദേശമാര് പറമ്പല കൈയൊന്നും പൊക്കണ്ട, കൈയും പൊക്കണ്ട, കാലും പൊക്കണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ ഞാനൊരു ഭാവിയാ, യേശുവേ എന്റെ പാപത്തെ ക്ഷമിക്കണം, യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു നാമം, ഒരേ ഒരു മാർഗം, യേശുവിന്റെ പരിശുദ്ധ നാമം. അപ്പൊ ശ്രദ്ധിക്കില്ല, മരിക്കുമെന്നുള്ള ഉറപ്പാ. സ്തോത്രം. പക്ഷെ ഓടിച്ച് എല്ലാ ഭാഗവും പറയാനൊക്കത്തില്ല. മരിക്കുന്നതിന് മുമ്പ് മരിക്കാനായിട്ട് ഒരുങ്ങണം. ഈ സാധാരണഗതിയില് ഭക്തന്മാരാകുന്ന പ്രിയപ്പെട്ടവർക്ക്, നമുക്കെല്ലാവർക്കും മരണത്തിന്റെ കൃത്യമായ ഡേറ്റും ടൈം ഒന്നും എല്ലാവർക്കും ചിലപ്പം പറയാൻ പറ്റിയെന്ന് വരികയില്ല. എന്നാൽ ചില ഭക്തന്മാർ പറഞ്ഞിട്ടുണ്ട്, ചില പറഞ്ഞിട്ടുണ്ട്. ചച്ചക്കോടിന്റെ മുൻ ഓവർസിയർ ആയിരുന്നു PC ചാക്കോ സാറ്. എന്റെ കേട്ടറിവാണ്. അതായത് TM അപ്പച്ചന്റെ TM വർഗീസ് അവരുടെ മരുമകൻ, ഇപ്പോഴത്തെ ലണ്ടനിലെ ജോ കുര്യന്റെ പിതാവ് PC ചാക്കോ. അപ്പൊ അദ്ദേഹം മരിക്കുന്ന സമയത്ത് സന്തത സഹചാരിയായിട്ട് വാഗ്ദാനത്തെ ജോർജ് കുട്ടിച്ചാൻ കൂടെ ഉണ്ട്. അപ്പൊ ജോർജ് കുട്ടിച്ചാൻ എന്നോട് പറഞ്ഞേ, മരിക്കുന്നതിന് മുമ്പ് ഈ PC ചാക്കോ സാറ് ജോർജ് കുട്ടിയോട് പറഞ്ഞെന്നാ പറഞ്ഞത്, ജോർജ് കുട്ടി വീട്ടിൽ പോകാൻ പോവുക, എന്നെ കൊണ്ടുപോകാൻ ദൂതന്മാര് വരുന്നെന്ന്. ഇത് പറഞ്ഞിട്ട് മുഖമല്ലാന്ന് പ്രകാശപൂരിതമായി. ജോർജ് കുട്ടിച്ചാൻ എന്നോട് പറഞ്ഞതാ. അദ്ദേഹം മുഖത്തോട് നോക്കി മുഖമല്ലാന്ന് വിടർന്ന് വികസിച്ച് പ്രത്യാശ. അങ്ങനെ പ്രത്യാശയോടെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇവാണ്ട് ദൂതന്മാര് വരുന്നു, ഞാൻ പോകാൻ പോവാന്ന്.
എന്ന് ഞാൻ വിവരിക്കുന്നില്ല. അത് പറഞ്ഞു പുള്ളി പറഞ്ഞു, ഞാൻ സ്വർഗം കാണുന്നു, സ്വർഗം തുറന്നിരിക്കുന്ന കാണുന്നു. പുള്ളി പറഞ്ഞ ഡയലോഗ് അതുപോലെ ഞാൻ പറയാം. തിയോളജി വശമൊന്നും എന്നോട് ചോദിക്കരുത്, കാരണം എല്ലാം വലിയ തിയോളജിമാരാ കുലുക്കൊപ്പിക്കുന്ന അമിക്കതും. അതുകൊണ്ട് ഒരു കാര്യം പറയാം, തിയോളജി ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ജോർജ് കുട്ടി, ഞാൻ സ്വർഗം കാണുന്നു, ദൂതന്മാരെ കാണുന്നു, ഭക്തന്മാരെ കാണുന്നു, അയ്യോ തങ്കയ്യാച്ചൻ ഇരിക്കുന്നതും കാണുമെന്ന്. പാസ്റ്റർ PAV സാമിന്റെ പിതാവ് ART അതിശയം തങ്കയ്യാച്ചൻ, അദ്ദേഹം മൺമറഞ്ഞ വിശുദ്ധനാ, അദ്ദേഹം ഇരിക്കുന്നതും കാണും. ഇത് പറഞ്ഞ് മുഖമെല്ലാം പ്രകാശപൂരിതമായി സ്തോത്രം പറഞ്ഞ് ദൈവസന്നിധി ചേർക്കപ്പെട്ടു. എന്ത് നല്ല മരണോ! അപ്പൊ തന്നെ അമേദ്യന്മാരി ഭിത്തിയിലിറങ്ങി യാഗാല കിടന്ന അപ്പനെ അറിയാം, എനിക്കറിയാം. അപ്പൊ നിങ്ങൾ എനിക്ക് ആരാന്ന് അത് ഞാൻ പറയുകയല്ല. നമ്മളവരെ വിധിക്കണ്ട, അവരെ വിധിക്കാൻ നമ്മളാണല്ല. പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഞാനും നിങ്ങൾ ഒന്നുകൂടെ ക്രമപ്പെട്ടോണം. അതിനാ ഞാനിത് പറഞ്ഞത്. എന്റെ കൂടെ വന്ന നമ്മുടെ ഷിബു ഓദർ പാസ്റ്റർ എപ്പോഴും ഞാൻ പറയാം, അദ്ദേഹത്തിന്റെ സഹോദരിയെ വിവാഹം കഴിച്ചത് കുറ്റൂരാന്നില്ല. അവരിപ്പോ കണ്ണൂര് ശ്രീകണ്ഠാപുരത്ത് ശുശ്രൂഷ ചെയ്യുകയാണ്. കുറച്ചു നാൾ മുമ്പ് ഞാൻ അവിടെ ചെന്നപ്പോൾ അവരുടെ അപ്പച്ചൻ എന്നാണ്ട് 90 വയസ്സോളമുണ്ട്. അപ്പച്ചനെ 92 90 കൃത്യം ഓർക്കുന്നില്ല. എന്തായാലും പ്രായം നല്ല പ്രായമാണ്. അമ്മച്ചി കിടപ്പ, അമ്മച്ചിയെ കാണാനും കൂടെ ചെന്നത്. അപ്പച്ചൻ ഓടി നടക്കുക. അപ്പോൾ ഇടയ്ക്ക് മൊബൈൽ കൊണ്ട് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, എന്നും ഞാൻ കാണും, എന്നെ കാണിച്ചു. അല്ല പയറ് പോലെ നടക്കുന്നു. എന്തിനാണ് ചില ദിവസം നാളെ കഴിഞ്ഞപ്പോൾ അമ്മച്ചി അപ്പച്ചനാ കൂടുതൽ ശുശ്രൂഷിക്കുന്നത്. അല്പ ദിവസം കഴിഞ്ഞപ്പം 2 ആൺപിള്ളേരാ, മദ്രാസിന്റെ ഒരു മകനെ സുവിശേഷ വേലയാ, ഇളയാട്, രണ്ടുപേരും വന്നു. അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നപ്പോൾ തലേ ദിവസം അപ്പച്ചൻ തലേ ദിവസം കണ്ട് പിള്ളേരോട് പറഞ്ഞു, ഇച്ചിരി കാശുമൊക്കെ ഒരുക്കി വെച്ചോണം, ഒരു പെട്ടിയും ക്രമീകരിച്ചോണമെന്ന്. അപ്പൊ അവരോർത്ത് അമ്മച്ചിക്കായിരിക്കും എന്ന്. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, അമ്മച്ചിക്കല്ല, എനിക്ക് ചില കാശുമൊക്കെ ചെലവില്ലേ, ചില കാശുമൊക്കെ ഒരുക്കി വെച്ചോളം, ഒരു പെട്ടി എല്ലാം ക്രമീകരിച്ചോ പോകാറായെന്ന്. അന്നേരം അവർ പറഞ്ഞു, അപ്പച്ചൻ ആവശ്യമില്ലാത്ത പറയാം, അമ്മച്ചിയാ കിടപ്പ്. എന്തിനേറെ പിറ്റേ ദിവസം അപ്പനും മക്കളും എല്ലാം കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തീന്മേശയ്ക്ക് ചുറ്റും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അപ്പച്ചൻ പിള്ളേരോട് പറഞ്ഞു, അപ്പച്ചന്മാരെല്ലാം ഒന്ന് കേട്ടോണം. അപ്പച്ചൻ പിള്ളേരോട് പറയാ, പിന്നെ മരുമകളോട് പറഞ്ഞു, മോളെ ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ട, ഉച്ചയ്ക്ക് മേളിലാന്ന്. ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ട, ഉച്ചയ്ക്കത്തെ ഭക്ഷണം മേളിലാന്ന്. പിള്ളേര് ചിരിച്ചു. എന്തിനേറെ 12:40 അപ്പച്ചൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. രാവിലത്തെ ഭക്ഷണം കഴിച്ചു, കുളിയും ജപവും എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കട്ടിലേ വന്നിരുന്ന് പ്രാർത്ഥിച്ച് കട്ടിലേ കിടന്നു. അപ്പം പോയി. ഞാൻ ഓർത്തത് പറയുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് ഞെട്ടുവന്ന്. നിങ്ങൾ ഇത് മെലുത് കേട്ടാ ഞെട്ടുകയെന്ന് എനിക്കറിയാം. അല്ലെ മുഖഭാവമെങ്കിലും മാറുമെന്ന് ഞാൻ ഓർത്ത്. കരിങ്കല്ലിരിക്കുമ്പോൾ ഇരിക്കുക, പോക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു കാര്യം പറയാം, സൂക്ഷം മരണം നമ്മെ പിടികൂടും. ഉടവയല്ല മരണം എന്നാർക്കറിയാം, ലജവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, ധീര സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീര സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന ഓർക്കായിൽ എന്തോ കഷ്ടമേ. അപ്പൊ ഏത് സമയത്തും മരണം പിടികൂടും. ദൈവദാസൻ ഇനി പോലും ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത്. ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വാ. എനിക്ക് ദൈവദാസനെ ഏതാണ് എല്ലാവരും നോക്കുന്നത്. ഞാൻ വേണേ ഒന്ന് എഴുന്നേപ്പിച്ച് ഒന്നുകൂടെ നിർത്താം. അവിടെ ഇട്ടിരുന്നാട്ടെ കർത്തദാസനെ. താങ്ക് യു. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കൊരു ബലം അതിനാ. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് സമയത്തും മരണം വന്ന് പിടികൂടും. അധ്യാത്മരാമായണത്തിലെ ഒരു ഭാഗമുണ്ട്, പണ്ട് ചൊല്ലിയിട്ടുള്ളതാ, സ്കൂളിൽ പഠിച്ചിട്ടുമുള്ളതാ. ബോധങ്ങൾ ഓരോ ജനപ്രഭാചഞ്ചലം മായാമയമായി പരിണാമിയായ ഒരു കാര്യം വികാരിയായുള്ളത് ധ്രുവം ദേഹോഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ധരിപ്പിച്ചതിന് നീ മാനതനാരിൽ നിരൂപിച്ചതും തവജ്ഞാനമല്ലായതെന്ന് ലക്ഷ്മണോപദേശമാണ്. ചക്ഷുത്രമണ കലസ്തമാൻ ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഗ്നാപരിഗ്രസ്തമാൻ ലോകവും ആലോലജരസാഭോഗങ്ങൾ തേടുന്നു. സമ്മേളനം മഞ്ഞഭൂതകം മായാമയമായി പരിണാമിയായ ഒരു കാര്യം വികാരിയായ ഉള്ളത് ധ്രുവം ദേഹോഭിമാനം നിമിത്തമായുണ്ടായ. എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. ഈ ക്ഷണപ്രഭാചഞ്ചലമാണ് മനുഷ്യ ജീവിതം. മിന്നൽ പോലെ, മിന്നൽ ഒത്തിരി നേരം നിൽക്കുന്നില്ലല്ലോ, ഇനി മാറുന്നത് പോലെ മനുഷ്യന്റെ ആയുസ്. വേറൊരു സ്ഥലം എടുപ്പിക്കുന്നത് അവൻ ചാഞ്ഞു പോകുന്ന നരന് പോലെ, പുരപ്പുറത്ത് പുല്ല് പോലെ, വെള്ളത്തിന് മകത്ത് നിലത്തൊടിക്കുന്ന വെള്ളം പോലെ, ആവി പോലെ 4 വിരൽ നീളം.
ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം. വീണ്ടും ആവർത്തിക്കുക, നിന്റെ ശ്വാസം പോകുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കും. സ്തോത്രം. മരിച്ചടിഞ്ഞ് ഞാൻ എപ്പോഴും പറയും, പ്രാർത്ഥിച്ചും ഞങ്ങൾ ഉപദേശമാരി പ്രസംഗിച്ചൊന്നും സ്വർഗത്തിൽ വിടാനൊക്കെയല്ല. ധനവാൻ മരിച്ചു, ലാസറും മരിച്ചു, രണ്ടിനും കേമപ്പെട്ട അടക്കം. ധനവാൻ വലിയ അടക്കമായിരുന്നു, ലാസറിന് അങ്ങനെ വലിയ അടക്കമില്ല. പക്ഷെ നേരെ ദൂതന്മാരങ്ങ് കൊണ്ടുപോയി. സ്തോത്രം. ധനവാൻ മരിച്ചിട്ട് ദൂതനൊന്നും കൊണ്ടുപോയില്ല, പക്ഷെ ഇവിടുത്തെ ഒരു പേര് കൊണ്ടുപോകാനുണ്ടായിരുന്നു. അവരെ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു, പിന്നെ അപ്പുറം കൊണ്ടുവന്ന് കാണിച്ചു, പിന്നെ അതിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു, ഇരുത്തി കാണിച്ച്, നിർത്തി കാണിച്ച്, നടത്തി കാണിച്ച്, കാണിക്കാവുന്നതിന്റെ പരമാവധി ധനവാനെ കാണിച്ചു. പക്ഷെ പുള്ളി പോയത് യാതനാ സ്ഥലത്താണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് മേളിലോട്ട് നോക്കി. മേളിലോട്ട് നോക്കിയപ്പോൾ അബ്രഹാം പിതാവും ആ പിതാവിന്റെ മടിയിലെ വാതിലൊക്കെ കിടന്ന് വ്രണം എന്ന് പറഞ്ഞാൽ ലാസർ ഇരിക്കുന്നു. ഇപ്പോഴാണ് പുള്ളിക്ക് നല്ല ബുദ്ധി ഉണ്ടായത്. പറഞ്ഞ ഇങ്ങോട്ടൊന്ന് വിടാവുന്നു. കത്ത് കഴിഞ്ഞേച്ച് മേപ്പോട്ട് നോക്കിയാലെന്നാ, കീപ്പോട്ട് നോക്കിയാലെന്നാ. ആ മേപ്പോട്ടുള്ള നോട്ടം ഈ ഒഴിവാറൊക്കെ ജീവിച്ചിരുന്നപ്പോൾ നോക്കിയിരുന്നെങ്കിൽ അച്ചായനത് നോക്കിയച്ചാ പോയത്. അച്ചായൻ ജീവിച്ചിരിക്കുമ്പോഴേ നോക്കേണ്ടടുത്തോട്ട് നോക്കി, കൊച്ചമ്മയെ നോക്കി, നോക്കാനായിട്ട് എല്ലാവരും പറയുകയും ചെയ്തു. ഇന്ന് രാത്രി എങ്ങാനും ജോർച്ചാൻ എഴുന്നേറ്റ് വന്നാൽ എന്റെ ഇന്ന് മയക്ക് മേടിച്ച് ഇത് തന്നെ പറയുള്ളൂ, നീ രക്ഷിക്കപ്പെടണമെന്ന്. ദൈവത്തിന് മഹത്വം. അപ്പൊ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കണം. ദൈവത്തിന് മഹത്വം. മരിച്ചു നോക്കുമ്പോഴല്ലോ ഈ ഇരിക്കുന്നവരെല്ലാം കൂടെ മരിക്കാതെ ഒരു 50 കൊല്ലം ഇരുന്നേ. എന്തിനാ 50? 5 കൊല്ലം കൂടെ കഴിയുമ്പോൾ കൊച്ചുങ്ങൾ മുറുമുറുക്കാൻ തുടങ്ങും. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. വീട്ടിൽ ചെന്നപ്പം മരുമകൾ പറഞ്ഞു, അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം പാസ്റ്ററെ, അധികം കിടന്ന് കഷ്ടപ്പെടാതെ പ്രാർത്ഥിക്കണം. അത് നല്ല കാര്യമല്ലേ? അപ്പച്ചന് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കണം, കിടന്ന്. അപ്പം ഞാൻ അവിടെ താഴത്തങ്ങാണ്ട് ക്ഷീണമാ. ഞാൻ എന്ത് ചെയ്യാം? അപ്പച്ചനെ പച്ചക്കറി മേടിക്കാൻ കൈനറ്റിക്ക് പോയി ഇപ്പം വരുമെന്ന്. 80 പോകുന്ന വല്യപ്പനെ കുറിച്ച് മരുമകൾ പറഞ്ഞത്, അധികം കിടക്കാതെ. പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ അവിടുത്തെ മുമ്പിൽ അടങ്ങാണ്ട് പരുവക്കേട് കിടക്കുകയാണ്. നോക്കിയപ്പോൾ അപ്പച്ചൻ നല്ല 10 പറക്കും പോലെ കൈനറ്റിക്ക്. ആ അപ്പച്ചൻ, അത് ആ മരുമക്കള്. മനസ്സിലായോ? അത് പറയാനായി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ ഇരിക്കുന്നവരെല്ലാം കൂടെ മരിക്കാതിരുന്നാൽ അത് പിന്നെയും പ്രശ്നമാണ്, ഇല്ലേ? നിങ്ങൾ സമാധാനം പറ. ഇത് പ്രശ്നമാണ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചതാ ഒരു കവിത. ആ കവിതയുടെ ഹെഡിങ് ഇങ്ങനെ, കാലമില്ലാത്ത കാലം വരുന്നില്ല. കാലം വരാത്ത കൊണ്ട് ഒരെണ്ണം പോകുന്നു. എന്ത് പ്രശ്നമായെന്നറിയാവോ? മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. പഠിച്ചല്ലേ മാമേ? ബാക്കി പാട്. പഠിച്ചാന്ന് പറഞ്ഞിരിക്കാതെ. മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. അപ്പൂപ്പൻ അവർക്കുണ്ട്, കഞ്ഞിക്കും വകയില്ല. അതാ ഗതികേട്. കഞ്ഞിക്ക് വകയില്ല. വീടുകൾ ഒരിടത്തും കുഞ്ഞുങ്ങൾക്ക് 8-10 പറ അരി കൊണ്ടുപോലെ 100 പറ വെച്ചാൽ 100 പറ അരി വെച്ചാൽ 100 പറ വെച്ചാൽ മുതുക്കന്മാർക്ക് അത് കൊണ്ടെങ്കിൽ എത്ര മാത്രം 2 തെറ്റ് വിളമ്പുമ്പോൾ എത്തുമല്ല. ചോറ് വിളമ്പ് ചാകാതിരിക്കുന്നെല്ലാം വരും. നമ്മുടെ കല്യാണത്തിന് കണ്ടില്ലേ? കല്യാണ ശുശ്രൂഷയ്ക്ക് ആൾക്കാർക്കല്ലേ, ഭക്ഷണത്തിന്റെ സമയത്തല്ല മടമുഖത്ത് മീൻ നിൽക്കുന്നത് പോലെ. പിന്നെ ഇടിച്ചൊരു കേട്ടോ, അതൊക്കെ ഞാൻ വിവരിക്കുന്നില്ല. പണ്ടൊരു കല്യാണത്തിന് ഞാനപ്പോൾ ഈശോച്ചാന്റെ കണ്ണാടി ഒരു അമ്മയുടെ കട്ടയ്ക്കകത്ത് നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞില്ല, തെള്ളിയതാ. പാവം പിടിച്ച് അച്ചായന് വേറെ അച്ചായൻ ശുശ്രൂഷ കഴിഞ്ഞ് നിൽക്കുക, ഇടിച്ച് കയറിയതാ. ആരോ കൈ തട്ടിയപ്പോൾ അച്ചായന്റെ മൂക്കെന്ന് കണ്ണാടി പറിച്ച് അമ്മയുടെ അച്ചായൻ ഇങ്ങനെ നിൽക്കുക, കണ്ണാടി ഇല്ലാതെ. ഞാനിവിടെ ചെന്നാ പിന്നെ കണ്ണാടി മേടിച്ചുകൊണ്ട്. അതുപോലെ തെള്ളാണ് ഈ പറഞ്ഞത്. ഒരു കാര്യം പറയാ, ഈ ഇരിക്കുന്നവരെല്ലാം ജാകാതിരുന്ന പ്രശ്നമാണ്. മരിച്ചേ വെക്കൂ. ദൈവം വെച്ച വ്യവസ്ഥയാ. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് വീണ്ടും ആവർത്തിക്കുക, നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അത് ഇന്ന് രാത്രി ദൈവം അവസരം തരിക. മരണത്തിനായിട്ടൊന്ന് ഒരുങ്ങുകയും ചെയ്യണം. വേണ്ടേ? ഒരുങ്ങണം. ഞങ്ങൾക്കൊരു അമ്മയുണ്ടായിരുന്നു. അമ്മ നല്ല വൃത്തിയായിട്ടാണ് ഒരുങ്ങിയിരുന്നത്. എന്നോടാ പറഞ്ഞത്, ഞാൻ മരിക്കുമ്പോൾ 42 പാട്ട് പാടണം. പാട്ട് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു 2 ദിവസമെങ്കിലും വെക്കണം, എന്നാലും ഇത് 42 പിന്നെ പാടി പിടിപ്പിക്കണ്ടേ. അമ്മ മരിച്ചു, ഞാൻ പോയി പാടുകയും ചെയ്തു. വേറൊരമ്മ മരിക്കുന്നതിന് മുന്നേ എല്ലാം ക്രമീകരിച്ചു. എല്ലാം ക്രമീകരിച്ച് ഞങ്ങളെ കൊണ്ടാ ഈ കല്ലറ ഇത് വെക്കുമല്ല, കല്ല് തന്നെ പറഞ്ഞു, മാർബിൾ കല്ല്, പേരും എല്ലാം എഴുതിപ്പിച്ചു. അമ്മ കാശും തന്നു. പേര് ജനനം എഴുതിപ്പിച്ചു, പേരും അഡ്രസ്സും എല്ലാം എഴുതി. മരണം അവിടെ മാത്രം ബാക്കിയിട്ട് അത് നിങ്ങളങ്ങ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അമ്മ മരിച്ചു. ഏനെ പേടിക്കുന്നേ? പേടിച്ചിട്ടൊന്നും കാര്യമില്ല, പോയേ ഒക്കൂ. പ്രത്യാശികൾ അനേക ദൈവമക്കളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വേറെ 2 അമ്മമാരെ ചെന്ന് കണ്ടു. ഒരമ്മയോട് ചോദിച്ചു, 95 എങ്ങനെയുണ്ട്? പോകാണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഒരു ക്ലേശവും ഇല്ലെന്ന് പറഞ്ഞു. ഷാരോലൊരു വെയിറ്റ് പാപ്പച്ചാന്റെ ഭാര്യ കൊച്ചമ്മയുണ്ട്. ഈയിടെ ഞാൻ പോയി കണ്ടു. അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്, വിളിച്ചാൽ മതി എന്ന്. ഇപ്പോഴും റെഡി ആയിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. എന്നാൽ കൊച്ചുമോടെ കല്യാണം കൂടെ
മിക്കാറും അത് നടക്കുകയും ചെയ്യും. അതൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടം പോലെ. ഒന്നും വരാതിരിക്കട്ടെ. ഏത് സമയത്തും ഒരുങ്ങിയിരുന്നോണം. ദൈവത്തിന് മഹത്വം. അതെ, ഞാനധികം മരിക്കാനൊരുങ്ങണം. ഇനി കൃത്യമായ ഡേറ്റും ടൈമും ഒന്നും എല്ലാവർക്കും പറയാനൊക്കെ എന്റെ ഭാഷ പറഞ്ഞ മരണത്തിന്റെ മണമടിക്കും. മരണത്തിന്റെ മണമടിക്കും. എന്റെ ഭാഷ മരണത്തിന്റെ മണമടിക്കും. അങ്ങനെ മണമടിച്ച വിശുദ്ധന്മാരൊക്കെ തിരുവഴുത്തിലുണ്ട്. ഗോത്രപിതാവാകുന്ന യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, പിള്ളേരോട് പറഞ്ഞു കൂടി വരാൻ പറഞ്ഞു. എല്ലാവരും കൂടി വരാൻ പറഞ്ഞു. വായിച്ചേ മോളെ 49 മുതൽ വായിച്ചേ. ആ ഗോത്രപിതാവാകുന്ന യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടി മരണത്തിന്റെ മണമടിച്ചു. വായിക്കേ, ഓടിച്ചു വായിച്ചു. എന്റെ പക്ഷേ വായിക്കേ ഏഞ്ചലേ. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ചു അവരോട് പറഞ്ഞത് കൂടി വരുവീ. ഈ കൂടി വരാൻ പറയാൻ കാര്യം ഈ കൊച്ചുങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കൂടുകയല്ല. ആകെ 12 ഉള്ളു. പക്ഷേ ഇവന്മാർ ഉടക്കാം. ആകെ 12 ഉള്ളൂ. പക്ഷെ 12 എണ്ണു. ഒരുത്തൻ ഇഞ്ചി വെച്ചോ, ഒരുത്തൻ ഉടക്കാം. തെളിവത്തിന് കണ്ട് വേദപുസ്തകത്തിൽ നിന്ന് തരാം. 2 എണ്ണം ശിവയോനും ദേവി, അവരൊരു ഗ്രൂപ്പാ. മറ്റേ 10 പേരോട് ഒരു കാര്യം മിണ്ടുകയല്ല. അവർ 2 ഗ്രൂപ്പ്. അവർ 2 കൂടെ പോയി ശേഖരം പൗരന്മാര്, അതൊരു ഗ്രൂപ്പ്. പിന്നെ വേറൊരുത്തുണ്ട് രൂപൻ. അവനാണ് സ്ഥിരതയൊന്നും ഉള്ളവനല്ല. അവന് ആരാധനയ്ക്കും വരും, എല്ലാ പരിപാടിക്കും പോകും. സ്ഥിരതയൊന്നും അവനുമില്ല. പിന്നെ ഒരുത്തന്നെ യഹൂദ. അവൻ സഹോദരന്മാരെ വിട്ടുപോയെന്ന 38. അപ്പൊ ഇതുങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുണ്ട്. അതുകൊണ്ട് അത് അപ്പനറിയാം. അതുകൊണ്ട് അപ്പൻ മരിക്കുന്നതിന് മുന്നേ പറഞ്ഞു കൂടി വരുവീൻ എന്ന് പറഞ്ഞാൽ ചാകുന്നതിന് മുന്നേ എല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് കൂടണം. അതൊക്കെ വലിയ ഭാഗ്യമാണ്. ഞാനെപ്പോഴും ഇതിനോട് ബന്ധപ്പെട്ട് പറയും, ഈ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നു എന്ത് നല്ലതായിരുന്നു അല്ലേ? കത്തോലിക്ക മലങ്കരയുണ്ട്, റീത്തുണ്ട്, റോമനുണ്ട്, പിന്നെ സിറിയനുണ്ട്, യാക്കോബായ, ഓർത്തഡോക്സ്, ലത്തീന്, ലണ്ടന്, CMS, ആംഗ്ലിക്കന്, സാൽവേഷൻ ആർമി, പെന്തിക്കോസ്, ബ്രദറുകാര്, മാർത്തോമ, ഇവാഞ്ചലിക്കാര്, കൽദായ സുറിയാനി, കൽദായ യാക്കോബ, അതുപോലെ യാക്കോബ കനാനായ, യാക്കോബായ വേറെ ഇനി എന്തെങ്കിലും ഉണ്ടോ വെച്ചാ? എല്ലാം സീറോയാ. ഒടുവിലെല്ലാം അത് നിങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നു എന്ത് നല്ലതാ. പണ്ട് വേട്ടമലയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാം കൂടെ ഒന്നാകുമെന്ന്. പുള്ളിയുടെ ആഗ്രഹം വന്നേ. പുള്ളിയൊരു പാട്ട് എഴുതി, സഭകളേകമാകും സർവേശ്വരൻ സകലർക്കും ഒന്നാകും. വേട്ടമല പീലിപ്പോച്ചൻ എഴുതിയതാ. സഭകളേകമാകും സർവേശ്വരൻ സകലർക്കും ഒന്നാകും. അന്ന് യാക്കോബ, മാർത്തോമ, റീത്തുകാർ, റോമാക്കാർ, പെന്തക്കോസ് വേർപാടും. പിന്നെ CSI, ലത്തീനും, ലണ്ടനും, ചർച്ചിലും യേശുവിൽ ഒന്നാകും. പീലിപ്പോച്ചൻ അങ്ങനെ പാടി. ഞാൻ പറയുക, ഇതിനകത്തിന്ന് രക്ഷിക്കപ്പെടുന്നവരെല്ലാം കൂടെ ഒന്നാകും. ഇനിയിപ്പം വന്ന് പെന്തക്കോസിൽ നിന്ന് രക്ഷിക്കപ്പെട്ടേ ഒക്കുള്ളൂ. പിന്നെ ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ ചിലർ പറയുന്ന സാക്ഷ്യമായിരിക്കും, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ, ഞാനൊരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനിടയായി. ഹല്ലേലൂയ, എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ് ഞങ്ങളുടെ നാട്ടിലെ ആദ്യം പെന്തക്കോസ് വരുവാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പാപത്തിന്റെ പടുകൂടിയിലായിരുന്നു ജീവിച്ചത്. ഈ ലോകത്തിലെ എല്ലാ ദുർമോഹങ്ങൾക്കും അടിമപ്പെട്ടു. എന്നാൽ അടുത്ത ഇടയിൽ ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ഇങ്ങനെ പറയും. അച്ചാന് സംശയം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം, തീർക്കാൻ പോവുക. അച്ചാനിയല്ല വിഷയം, ഇതിങ്ങനെ വരുമെന്ന്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവന് സകല ആൾക്കാരും രക്ഷിക്കപ്പെടണം. അതാ ദൈവത്തിന്റെ വിളിക്കണം. അപ്പൊ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിരുന്നു എന്ത് നല്ലതാ. ഈ സഭകളെല്ലാം കൂടെ ഒരു ഐക്യതയെ ഒക്കത്തില്ല, ഒക്കുകയല്ല. അവിടെ ഞാൻ താഴോട്ടുള്ള ഭാഗം പറയുന്നില്ല, വെറുതെ ആരോഗ്യം ഉണ്ടാക്കാതിരിക്കാനാ, പറയാനറിയാൻ മേലായിട്ടല്ല. ചുരുക്കി പറഞ്ഞാൽ യാക്കോബ് അതുകൊണ്ട് പറഞ്ഞു കൂടി വരുവീൻ, ഭാവികാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. പിന്നെ വായിച്ച മോളെ, യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പി, നിങ്ങൾ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവിതരുവീൻ. രൂപേനെ നീ എന്റെ യാതൊജാതൻ. അപ്പൻ കൂടി വരാൻ പറഞ്ഞപ്പോൾ അപ്പന്റെ കിടക്കേട് കിട്ടും. പിള്ളേര് 12 എണ്ണം കലാപുരി പോലെ നിൽക്കുകയല്ലേ. രൂപേനും ഷെമിയോനും ഗാദും നഫ്താലി, ആശേറും, ഷെബൂലൂനും, ദാനും, ലേവി, അവരുടെ ഭാര്യമാരും പിള്ളേരും മൃഗങ്ങളും എന്ന് വേണ്ട ഒരു പഞ്ചായത്തിൽപ്പെട്ട ആൾ മുഴുവൻ ഉണ്ട്. വല്യപ്പന്റെ കട്ടിൽ ചുറ്റും വന്ന് വട്ടം കൂടി നിന്നപ്പോൾ അപ്പൻ ഇങ്ങനെ കിടക്കുക. 147 വയസ്സ്, ജരാമരയൊക്കെ ബാധിച്ച് ശയ്യാവലംബനായി ശരീരമെല്ലാം ചുക്കിച്ചുമഞ്ഞ് കണ്ട് കാഴ്ചയൊക്കെ അല്പം നഷ്ടപ്പെട്ട് ഇങ്ങനെ കിടക്കുക. അപ്പച്ചൻ പറഞ്ഞു കൂടി വരാൻ പറഞ്ഞപ്പോൾ മരിക്കുന്നതിന് മുന്നേ പിള്ളേരുടെ വട്ടം നിന്നപ്പോൾ അപ്പൻ അവിടെ കിടന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ പിള്ളേരെല്ലാം ഇങ്ങനെ നിൽക്കുക. ഭാവി പ്രവചനം പറയാൻ പോകുക. ഭാവിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഗോത്രങ്ങളുടെ മേൽ ഗോത്ര സമുച്ചയങ്ങളുടെ മേൽ, സന്തതിയുടെ മേൽ സന്തതിയുടെ സന്താനങ്ങളുടെ മേൽ അടുത്ത നാളുകളിൽ എന്തൊക്കെ സംഭവിക്കുന്ന കാര്യം കാലേക്കുട്ടി കണക്കിട്ട് ക്രമപ്പെടുത്തി പറഞ്ഞിട്ട് അപ്പം മരിക്കാൻ പോവുക. അപ്പോൾ പിള്ളേരെല്ലാം ഇങ്ങനെ ഇമ വെട്ടിക്കാതെ അപ്പന്റെ മുഖത്തോട്ട് എന്റെ ഭാഷ പറഞ്ഞ ചുണ്ടും കിറിയും നോക്കി ഇങ്ങനെ വീക്ഷിച്ചും സൂക്ഷിച്ചും ഇമ വെട്ടിക്കാതെ നിന്നപ്പോൾ ആ കിടക്കെ കിടന്ന് ഗോത്രപിതാവാകുന്ന യാക്കോബ് 147 വയസ്സുള്ള യാക്കോബ് പറയാ, രൂപേനേ നീ എന്റെ ആദ്യജാതൻ. വായിച്ചേ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആധാരവും. രൂപേനേ നീ എന്റെ ആദ്യജാതൻ.
ബലവാനൻ എന്റെ വീര്യവും എന്റെ ചക്രിയുടെ ആര്യബലവും പിന്നെ ശ്രേഷ്ഠതയുടെ വൈകിട്യവും ബലത്തിന്റെ വൈകിട്യവും തന്നെ വെള്ളം പോലെ തുറമ്പുന്നവനെ നിനക്ക് ഗുണം വരികയില്ല. അങ്ങനല്ല എഴുതിയേക്കുന്ന ശ്രേഷ്ഠനായാലും. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ അവന്റെ ഉച്ചയ്ക്ക് അടിച്ച ചാപ്പൻ, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല, അവനില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. പിന്നെ അടുത്തത് ശിമയോനും ലേവിയും. 5-ാം വാക്യമായിരുന്നോളെ ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹചര്യത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളവേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത് എൻ മനമേ അവരുടെ യോഗത്തിന്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ യോഗത്തിന് പോകരുതേ. ഗുണമായാൽ എന്നാ ചെയ്യും? അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല, ഞാൻ അങ്ങ് അടങ്ങുകയല്ല. ഇപ്പൊ എന്നാ ചെയ്യാൻ? അവരുടെ യോഗത്തിന് നീ പോകരുത്. അപ്പൊ ശിമയോനെ ലേവിയെ ക്ഷമിച്ചു. പിന്നെ യഹൂദ അങ്ങനെ ഓരോന്നിനും വിളിച്ച് ഭാവിപ്രവചനം പറഞ്ഞേച്ച് മോളെ 33-ാമത്തെ വാക്യം വായിച്ചേ. 33, 49, 33. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം പിള്ളേരെല്ലാം തെറ്റാതെ വണ്ണം കീഴുകൃത്യത്തിന് 100 പറഞ്ഞേച്ച് ആജ്ഞാപിച്ച് തീർന്ന ശേഷം കാലെടുത്ത് കട്ടിലിന്മേൽ വെച്ച് നല്ല മരണമാണ് ദൈവം കൊടുത്തത്. അതുകൊണ്ട് ആര് മരിക്കും എപ്പം മരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും വചനത്തിന് വിളിച്ചിട്ട് പറയാ, മരിക്കുന്നതിന് മുന്നേ പിള്ളേരോട് പറയേണ്ട കാര്യമല്ല. പറയണം. ആധാരം എങ്ങാനൊക്കെ ശരിയാക്കാനുണ്ട്. ഇന്ന് നാളെ തന്നെ വില്ലേജിൽ പോയി തിങ്കളാഴ്ച അതെല്ലാം കൊച്ചുങ്ങൾ കിടന്ന് ഊപ്പാട് വരുമെന്ന് അവസാനം നിന്നെ പ്രാഗ്യം ചെയ്യും. അപ്പം കാരണം ഞങ്ങള് പിന്നെ അത് പറയിപ്പിക്കരുത്, ഒന്നും പറയിപ്പിക്കരുത്. കൃത്യത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. സ്തോത്രം. എല്ലാം കൃത്യമായിരിക്കണം. അത് ആർക്ക് ഇന്നത് കൊടുക്കുന്നു, ഇന്ന് വീടാണോ വസ്തുവാണോ, അതെല്ലാം കൃത്യമായിരിക്കണം. പിന്നെ പ്രായമുള്ളവരുടെ കാര്യം പറയാം, കാലശേഷം എന്നേ വെക്കാവൂ. ഇല്ല നിന്നെ രാത്രി തന്നെ ഗാന്ധി ഭവനിൽ കൊണ്ട് കൊച്ചുങ്ങളൊക്കെ എല്ലാവരും അല്ലെങ്കിലും മിക്കവരും എത്ര കേസ് ഞാൻ തരാം. മക്കൾക്കങ്ങ് മൊത്തം എഴുതി കൊടുത്ത് അവസാനം നോക്കാനും അന്വേഷിക്കാനും ആരുമില്ല. അപ്പനും അമ്മയും ജാകാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുവരെ അന്വേഷിക്കാൻ ആരുമില്ല. ചത്ത് കഴിയുമ്പോൾ ഉമ്മ കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങ് തെള്ള ഉമ്മ കൊടുക്കാൻ കൊടുത്ത് ഉമ്മച്ചനായി. ഉമ്മ കൊടുക്കുന്ന ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണം. അപ്പനും അമ്മയും മരിച്ചു കഴിയുമ്പോൾ നെഞ്ചത്ത് റീത്ത് വെച്ചിട്ട് വലിയ കഥയില്ല. കുഞ്ഞുഞ്ഞമ്മേ നിങ്ങൾ എത്തിച്ചില്ല. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ റോസാപ്പൂ പോലും കൊണ്ട് കൊടുക്കില്ല. അത് കഴിയുമ്പോൾ കൊട്ടാരക്കരയിലും മാളകത്തും കിടക്കുന്ന ആ പൂവായിട്ടുള്ള വരവ് കാണാം. എന്തിനാടാ ഇതും തള്ളിക്കൊണ്ട് വരുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂ കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ അപ്പനും അമ്മയും മണപ്പിക്കും. മനസ്സിലാകും എന്റെ മോൾ തന്നതാണ്. ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അത്രയും ഭാഗം പറഞ്ഞ് ആ ഭാഗം ഒന്ന് വിടുക. എന്നാലും ഒരു കാര്യം ചെയ്യുക, മരിക്കുന്നതിന് മുമ്പ് പിള്ളേരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കാലെടുത്ത് കട്ടിലെ വെച്ച് പ്രാണന വിട്ട് നല്ല മരണം. എല്ലാം വിവരിക്കുന്നില്ല. എടുത്ത വാക്യത്തോട് കൂടുതൽ ണ്ട്. ഞാനിങ്ങനെ അങ്ങ് പ്രസംഗിച്ചങ്ങ് പോകും. നിങ്ങൾ ചിലപ്പം ഇരുന്നും തരും. ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ പള്ളും പറയും, അല്ലെങ്കിൽ അയാളുടെ തൊഴിലാതാന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. അപ്പൊ യാക്കോബിന് മരണസമയം അറിയായിരുന്നു. ഇസഹാക്ക് മരിക്കുന്നതിന് മുന്നേ തന്റെ മകൻ യേശാവിനെ വിളിച്ച് പറഞ്ഞു, മോനെ ഞാൻ മരിക്കാറായി, വയസ്സിനായി മരിക്കാറായി. ഒരു കാര്യം, എനിക്ക് മരിക്കുന്നതിന് മുന്നേ വല്ലതും തിന്നണം. നീ നിന്റെ ആയുധങ്ങളാകുന്ന വില്ലും മൂണിയും എടുത്ത് വനത്തിൽ പോയി വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരമായ ഭോജനം കൊണ്ടുവന്ന് അത് തന്ന് അത് തിന്ന് ഞാൻ നിന്നെ ഒന്ന് കഴിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഏൽക്കും. പിന്നെ വെള്ളം കൊടുക്കലോ കഞ്ഞിയും കൊടുക്കലോ നടന്നിരുന്ന് പ്രാർത്ഥിക്കുക, ഏക്കുമൊന്നുമില്ല. കഴിച്ചൊന്ന് പ്രാർത്ഥിച്ചു കൂടി എന്ന് പറഞ്ഞ പറയുന്നല്ലൊരു കൊടുക്കണമെന്ന് വേറെ പ്രമാണമാണ്. അപ്പൊ ഞാൻ തിന്നേച്ച് നിന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു മരിക്കും. ആ ഭാഗമൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. യേശാവിനെ പറ്റിയും യാക്കോബിനെ പറ്റിയും പഠിക്കുമ്പോൾ റിബേക്കായുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഇവന്മാര് കുസ്തിയായിരുന്നു. പിള്ളേര് തെളിയുന്നല്ലേ എഴുതിയേക്കുന്നത്. വൈദ്യ കിടന്ന് തെളിഞ്ഞ വെളിയിലോട്ട് വന്നാൽ വലിയൊരു മെച്ചേക്ക് പോകും. ഒരുത്തൻ ആദ്യം പുറത്ത് വന്ന് ചുവന്നവൻ അവനെ ഇങ്ങോട്ട് എടുത്തപ്പോൾ താണ്ട് അവന്റെ കുതികാലിൽ പിടിച്ച് ഒരുത്തൻ കയറി നിൽക്കുന്നത്. അപ്പൊ അന്നേ കാല് പിടുത്തവാ. ഇവന്മാരെ പറ്റി എഴുതിയിരിക്കുന്ന ഈ വനസഞ്ചാരിയാണ്. അങ്ങനെ ഒരു മറ്റവനോ സാരിശീലനും കൂടാരവാസി. അപ്പം യാക്കോബ് കൂടാരവാസിയും യേശാവ് വനസഞ്ചാരി. എന്റെ ഭാഷ പറഞ്ഞ ഒരുത്തൻ നാടനും ഒരുത്തൻ കാടനും. യേശാവ് കാടനും യാക്കോബ് നാടൻ. ഈ നാടനെയും കാടനെയും സഭയെ കൊണ്ടു നടന്ന ഉപദേശിക്ക് എന്നും ഉപവാസമായിരിക്കും. കഞ്ഞി കുടിക്കാൻ ഒക്കുകയല്ല. കാരണം ഒരുത്തൻ കാടനും ഒരുത്തൻ നാടനും. ഒരു മയവും ഇല്ലല്ലോ കാടനും നാടനും, വിവരിക്കുന്നില്ല. പക്ഷെ ഇസഹാക്ക് മരിക്കുന്നതിന് മുന്നേ ഈ കാര്യം പറഞ്ഞു. പുള്ളിക്ക് മരണത്തിന് മണം അടിച്ചു. യോസേഫ് മരിക്കുന്നതിന് മുന്നേ സഹോദരന്മാരോട് പറഞ്ഞു, പിന്നെ ഞാൻ മരിക്കാൻ പോവുക, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രൈമിൽ നിന്ന് ഒരു പുറപ്പാടുണ്ട്.
ആ പുറപ്പെടുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥിയും കൂടി ഇവിടുന്ന് കൊണ്ടുപോകണം. കാരണം പറഞ്ഞ എന്റെ അസ്ഥി അങ്ങോട്ട് നടക്കണം. എവിടെ? നമ്മുടെ പിതാക്കന്മാരെ അടക്കിയ മക്ബേല ഗുഹയുണ്ട്. നമ്മുടെ പൂർവ്വപിതാവാകുന്ന അബ്രഹാം എപ്പോഴോട് വിലക്കി വാങ്ങുന്ന നിലവും അതിൽപ്പെട്ട ഒരു ഗുഹയുണ്ട്. പിതാക്കന്മാരെ അവിടെ അടക്കി ആര്? അബ്രഹാമിനെ അവിടെ അടക്കി, സാറായെ അവിടെ അടക്കി, ഇസഹാക്കിനെ അവിടെ അടക്കി, റിബേക്കായെ അവിടെ അടക്കി, യാക്കോബിനെ അവിടെ അടക്കി, ലേയായെ അവിടെ അടക്കി. റാഗന്റെ ഭവനത്തിൽ അത് വേറെ വിഷയം പോട്ട്. അതുകൊണ്ട് നിങ്ങൾ എന്റെ ഈ അസ്ഥിയും അവിടെ കൊണ്ടിടക്കണം എന്ന് പറഞ്ഞാൽ ആശയം പറയാം. ഞാൻ ഇവിടെ ജീവിച്ചെങ്കിൽ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ 10, 60, 70, 80, 90 വയസ്സൊക്കെ ദൈവം കൊടുത്തു. അതാണ് വലിയ മഹാരാജ്യമാണ് ദൈവത്തിന്റെ മകത്ത്. എത്ര ആയുസാകട്ടെ ലഭിക്കുന്നവർ ഓർക്കണം, നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ അവിടുത്തുകാരാ. ഈ ചിന്ത സദാസമയവും നമ്മെ ഭരിക്കണം. യോഗത്തിലിരിക്കുമ്പോൾ മാത്രമല്ല. ചിലക്ക് യോഗത്തിലിരിക്കുന്ന 1-2 മണിക്കൂറേ ഉള്ളൂ ചിന്ത. മരുന്ന് വാങ്ങാതെ ഈ 2 മണിക്കൂറല്ല, ബാക്കി 22 മണിക്കൂറും ഇത് ചിന്തയുണ്ടായിരിക്കണം. സദാസമയവും ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ അവിടുത്തുകാരാ. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി. മതി 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 ഉമ്മ, അങ്ങനൊന്നും അല്ല പാടുന്നത്. ചുമ്മാ മോനും അതറിയാമല്ലേ, ഞാനാണ് ചുമ്മാ. ചുരുക്കി പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇവിടെ പരിഭാഷകളാണ്. ഈ ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കണം. അപ്പൊ ഞാൻ ഇതെല്ലാം സൂചിപ്പിച്ചത് മരിക്കാനായിട്ട് ഒരുങ്ങണം, മരണത്തിന് മണമടിക്കും, അടിക്കുന്നില്ലെങ്കിൽ എന്നും പ്രാർത്ഥിക്കണം. കർത്താവേ, സങ്കീർത്തനക്കാർ പ്രാർത്ഥിച്ചത് പോലെ ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. അതിനെപ്പോഴും ഒരുങ്ങിയിരിക്കണം, അല്ലെ റെഡി ആയിട്ടിരിക്കണം. ദൈവത്തിന് മഹത്വം. അതെ, എടുത്ത വാക്യത്തോടൊന്ന് കൂറ് പുലർത്താം. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും പുള്ളി വാക്യം വായിച്ചു, പക്ഷെ വേറെ ഏതാണ്ടെല്ലാം പറഞ്ഞേച്ചാ പോയതെന്ന് പറയും. ചിലർ അതിന് ഒത്താശയം പറയും, അല്ലെങ്കിൽ പുള്ളി അങ്ങനെയാണെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് എടുത്ത വാക്യം തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ അതിന്റെ 18 വരെയുള്ള തിരുവെടുത്ത വായിച്ചത്. പുതിയ നിയമത്തിലെ 21 ലേഖനം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളാണ്. ഈ ലേഖനങ്ങളിൽ സിംഹഭാഗ ലേഖനങ്ങൾ നിങ്ങൾക്കറിയാം, നമുക്കറിയാം. പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഏതാണ്ട് 14 ലേഖനം പൗലോസ് എഴുതി. അതിലെ പൗലോസിന്റെ 2 ലേഖനം, ഈ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ്. ദൈവശാസ്ത്രപരമായ ലേഖനം തരംതിരിക്കുമ്പോൾ രക്ഷാശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, സമാജശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം. അതില് അന്ത്യകാല ശാസ്ത്രത്തിൽപ്പെട്ട ലേഖനമാണ് ഈ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. ഈ 2 ലേഖനത്തിൽ 2 വിഷയം. അങ്ങനെ ഞാൻ സാധാരണ പറയുന്നത്, ഈ 2 ലേഖനത്തിൽ 2 വിഷയം. ആ 2 വിഷയം 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തികൾ, 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. ഒന്നുകൂടെ പറയാം, തെസ്സലോനിക്കർക്ക് 2 ലേഖനം എഴുതി. ആ 2 ലേഖനത്തിൽ 2 വിഷയം. 2 വിഷയം 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തികൾ, 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ആ തെളിവിനൊരു വാക്യം വായിച്ച് 2-ാം ലേഖനം 2-9 പെട്ടെന്ന് വായിച്ചോ. ഏഞ്ചല് പെട്ടെന്ന് വായിക്കും. 2-ാം ലേഖനം 2-9. അവനും സ്ത്രീകളും. അത് തിമോഥെയോസിന്റെ ലേഖനമാണ് വായിച്ചത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം വായിച്ചത്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. മിടുക്കി, മതി, ശ്രദ്ധിച്ചിരുന്നോണം. ഈ മോഡലോട്ട് മൈക്ക് കൊടുക്കും. മായിരിക്കില്ല, മൈക്ക് പിടിച്ചു കൊടുക്കും. മൈക്ക് പിടിച്ചു കൊടുക്കാൻ, വായിക്കാനല്ല പറഞ്ഞേ, ഏഞ്ചൽ വായിച്ചോളും. അപ്പൊ ശ്രദ്ധിക്കുക, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പൊ 2-ാം ലേഖനത്തിന്റെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അധർമ്മമൂർത്തി, നാശയോഗൻ, തുമ്പകെട്ടകടകൻ, വരുവാനുള്ള പ്രഭു, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളായി എതിർ ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നത്. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി വഴിയൊരുക്കും നിസങ്ങൾ, ഭൂമിൽ വഴിയൊരുക്കും നിസങ്ങൾ. എൻ പ്രിയനേ, എന്തിനീ താമസമോ എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ. അപ്പോൾ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പോൾ 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ശ്രദ്ധിക്കുക, 1-ാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നിങ്ങൾക്കറിയാം, ഓടിച്ചു പോയി നിങ്ങൾക്ക് അഭിമാനികം പോലെ 1-ാം ലേഖനത്തിൽ അറിയാമല്ലോ, 5 അധ്യായം ഉണ്ടല്ലേ, 5 അധ്യായമല്ലേ? അതെ, 5 അധ്യായത്തിലും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചിരിക്കുക. മോളെ പെട്ടെന്ന് വായിക്കണം, ഞാൻ വാക്യം പറയാം, സമയമില്ലതുകൊണ്ട് ജഡികടാണ് അഭിമാനികം പോലെ. 5 അധ്യായം 1-ാം ലേഖനത്തിലുണ്ട്. 5 അധ്യായത്തിലും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ജഡികടാണ് വായിക്കണം. 1-ാം അധ്യായത്തിന്റെ 9-ും 10-ഉം, 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 13-ാം താഴോട്ടും, 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. ആദ്യം 1-ന്റെ 9-ഉം 10-ഉം മോളെ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ പ്രവേശനം സാധിച്ചു വന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിച്ച തന്റെ പുത്രനും. അടുത്ത വാക്യം, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതുമായ യേശു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞു. പക്ഷേ നീ അവിടെ ഇറങ്ങിയിരുന്നേ, അവിടെ ഇറങ്ങിയിരുന്നേ, ഇനി ഓടി വന്നേക്കരുത്. അവിടെ ഇറങ്ങി
ആ, നടുവിന് വേദനയൊന്നുമില്ലല്ലോ, നേരെ ഇരുന്നു. അപ്പൊ ശ്രദ്ധിക്കില്ല, ഇവിടെ വായിക്കുന്നത് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു വരുമെന്ന്. അർത്ഥം ഇത്രയേ ഉള്ളൂ, യേശു വീണ്ടും വരാൻ പോകുകയാ. യേശുവിന്റെ പ്രത്യക്ഷത അതാണ് 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവ് വരാൻ പോകുക. ഒരു ഉപദേശം കൂടെ സ്ഥാപിക്കുക, സഭ മഹോദരവത്തിൽ കൂടെ പോകത്തില്ല. പോകുന്നെന്ന് പറയുന്ന ഞാൻ പറയുന്നില്ല. ഒരാൾ പറഞ്ഞ് പോകുമെന്ന്, ഞാൻ പറഞ്ഞു അയാൾ പോട്ടെ, അയാൾക്ക് പോകാനിരിക്കാനും പിന്നെ നമ്മൾ അയാളെ തരണ്ടേ? അയാൾ പോട്ടെ. ദൈവസഭ മഹോദരവത്തിൽ കൂടെ പോകും, ഉപദ്രവത്തിൽ കൂടെ പോകും. അത് സഭ തുടങ്ങിയ കാലം മുതലേ ഉണ്ടല്ലോ. മഹോദരത്തിൽ കൂടെ പോകത്തില്ല. അത് നമ്മുടെ വിഷയം ഇപ്പൊ പോട്ടെ. അപ്പോൾ വരുവാനുള്ള കോപത്തിൽ നമ്മൾ വിടിവിക്കുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വരുമെന്ന്. മോളെ 2:19 വായിച്ചേ. അവന്റെ പ്രത്യക്ഷത, അവിടെ യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 3:13 വായിച്ചേ മോളെ. 3:13 ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശു തന്റെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുന്ന പ്രത്യക്ഷത. അതുവരെ പ്രത്യക്ഷതയാ. ഇനി 4-ാം അധ്യായത്തിന്റെ 13 നമ്മൾ വായിച്ചത് കൊണ്ട് വീണ്ടും വായിപ്പിക്കുന്നില്ല. അവിടെ യേശു പ്രത്യക്ഷപ്പെടും. വളരെ 5:23 വായിച്ചു. 5:23 സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാക്കണം. ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അപ്പൊ ശ്രദ്ധിച്ച്, 1-ാം ലേഖനത്തിൽ 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിൽ പൗലോസ് തെളിയിക്കുക യേശു പ്രത്യക്ഷപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയരെ, അധികം താമസിക്കാതെ തിരുസഭയെ ചേർക്കാൻ യേശു പ്രത്യക്ഷപ്പെടും. അതാണ് നമ്മുടെ പ്രത്യാശ. കകലനാദം വാനിൽ മുഴങ്ങുമ്പോൾ, കകലനാദം വാനിൽ മുഴങ്ങുമ്പോൾ പറഞ്ഞിടുമേ ഞാനും പറഞ്ഞിടൂ. ചേർന്ന് പാട്. പറക്കുകയും ചെയ്യും. ദൈവത്തിന്റെ പഴയ പാട്ടൊക്കെ ഇഷ്ടം കേട്ടോ, അതുകൊണ്ട് പാടുന്ന നിങ്ങളെ കുറ്റം പറയല്ല. അത് പാടുമ്പോൾ ഒരു പ്രത്യേക ചൈതന്യമാണ്. എനിക്ക്, നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയാൻ മേല. ദൈവത്തിന് മഹത്വം. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാ, യേശു വീണ്ടും പ്രത്യക്ഷപ്പെടും. എനിക്ക് ധാരാളം കാര്യം അവിടെ നിന്ന് അടുക്കടുക്കായിട്ട് പറഞ്ഞാൽ കൊള്ളാന്നുള്ള അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ഞാനങ്ങ് സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അങ്ങ് അടങ്ങില്ല. അത് എൻ്റെ കുറ്റമാണ്. സാംപാസ്റ്റും ജേക്കപ്പാസ്റ്റും പറഞ്ഞാൽ നേരത്തെ വരിക, നേരത്തെ സമയം തരാം. നിങ്ങളുടെ കുഴപ്പമില്ല, കുഴപ്പം എൻ്റെ സ്തോത്രം. അതുകൊണ്ട് ഇവിടെ നിന്ന് വെച്ചോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. ഇത് തെസ്സലോനിക്കയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, തെസ്സലോനിക്ക സഭ പൗലോസിന്റെ ശുശ്രൂഷയാൽ ഉളവായി വന്നൊരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ഈ സഭയ്ക്ക് ഒത്തിരി ക്വാളിറ്റി ഉണ്ട്. തെസ്സലോനിക്ക സഭ എന്തുവാണ് തെസ്സലോനിക്ക സഭയുടെ വിശേഷത? ഇവരുടെ ഒരു വിശേഷത, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. തെസ്സലോനിക്ക സഭയുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. മോളെ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ച്. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങി ചെന്നത് മക്കെദോനിയയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്കയുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. ഇന്നത്തെ മാധ്യമങ്ങളോ വാർത്താവിനിമയ ആ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലത്താണ് ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. എന്താ കാരണം? ഇവര് വിശ്വാസത്തിന് വേണ്ടി നിന്നവരാ. ആരംഭകാലത്ത് പെന്തിക്കോസ്തുകാരുടെ വിശ്വാസം എല്ലാം വിശ്വപ്രസിദ്ധമായിരുന്നു. നിങ്ങൾ യോജിക്കത്തൊന്നുമില്ല, ചിലപ്പോൾ കണ്ണിക്കും ഉടക്കൊക്കെ വരും. അത് എനിക്കിതൊന്നും വിഷയമല്ല. ദൈവത്തിന് മഹത്വം. പണ്ടത്തെ പെന്തിക്കോസ്തുകാര് അവൻ സ്വന്തം മരുന്നെടുക്കത്തില്ല, പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് രോഗശാന്തി നേടിയെടുക്കുക. അതാ വിശ്വാസം. പേപ്പട്ടി കടിച്ചിട്ട് പോലും മരുന്നെടുക്കാത്തവരുണ്ട്. കടിച്ച പട്ടി കത്തു. കടി കിട്ടിയ പാപ്പച്ചൻ പിന്നെയും 40 കൊല്ലം ജീവിച്ച് പാപ്പച്ചന് വേയും ഉണ്ടായില്ല. ഇതാ പെന്തിക്കോസ്. മൂർഖം പാമ്പ് കൊത്തി, മരുന്നൊന്നും എടുത്തില്ല, പാമ്പ് കത്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ജോൺ ബി ചെല്ലപ്പൻ, IPCയിലെ അനുഗ്രഹിക്കപ്പെട്ട് കർത്തദാസന തേക്കടി സെൻട്രൽ പാസ്. അദ്ദേഹത്തിന്റെ ഭാര്യ ചെല്ലക്കൊച്ചമ്മ പാമ്പ് കടിച്ചു, മരുന്നൊന്നും എടുത്തില്ല, പാമ്പ് കത്തു. സ്തോത്രമെങ്കിലും പറയണ്ടേ? അത് ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒപ്പിക്കൊന്നും വേണ്ട. ഇവിടെ പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ഇത് കാശിന്റെ മുഷ്ക കൊണ്ട് വളർന്നതല്ല, പൊളിറ്റിക്കൽ ബലം കൊണ്ട് വളർന്നതല്ല, സാമുദായിക ബലം കൊണ്ട് വളർന്നതല്ല. പ്രാർത്ഥിക്കുന്ന വിശ്വാസമുള്ള മാതാക്കളും പിതാക്കന്മാരും ഉണ്ടായിരുന്നു. അതാണ് ഇതിന്റെ മൂലധനമാണ്, വിശ്വാസമാണ്. ദൈവമക്കൾ വിശ്വാസത്തിന്റെ വാക്ക് പറയണം. എന്റെ ദൈവം എന്നെ രക്ഷിക്കും, ഞാൻ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, എന്റെ കുടുംബം നശിക്കാൻ അനുവദിക്കത്തില്ല, ഈ ഒഴിവുമാറൊക്കെ ദേശം നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല, എന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും ദൈവം അനുഗ്രഹിക്കും. വിശ്വാസത്തിന്റെ വാക്ക് പറ. ഉമ്മായിരുന്നു പണ്ടപ്പരപ്പും ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞാൽ വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ഒരാളെ രോഗിയെ കണ്ട ഉടനെ നമുക്ക് അഡ്മിറ്റ് ആക്കാന്നല്ല പറയണ്ടേ. ഇതങ്ങനല്ല. എന്നെ പറ്റി എന്നാന്നറിയാൻ പറ്റും. ഇത് വെച്ചോണ്ടിരിക്കരുത്, ഞാൻ എടുത്തോണ്ട് ഓടും. മെനക്കേട് ഗ്യാസുണ്ടെന്ന് ഒത്തിരി. ഇതായിരുന്നു പടിഞ്ഞാറ്റയിലെ കുഞ്ഞാമാച്ചനെ 2 ആഴ്ച ജീവിച്ചോളൂ പറഞ്ഞു കൊടുക്കുക.
നീ വിശ്വാസത്തിന്റെ വാക്ക് പറ. വീട്ടിൽ ചെന്നിട്ട് ഡോക്ടറുടെ പേരല്ല പറയേണ്ടത്. ഡോക്ടർ ചാണ്ടി നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് പോവാം, അതല്ല പറയേണ്ടത്. ഡോക്ടർ കോശിയുടെ പേരും അല്ല പറയേണ്ടത്, യേശുവിന്റെ പേര് പറയണം. നിന്നെ സൗഖ്യമാക്കുന്ന യേശു, നിന്നെ രക്ഷിക്കുന്ന യേശു, നിന്നെ വിടിവിക്കുന്ന യേശു, സകല രോഗങ്ങൾക്കും സൗഖ്യം തരുന്ന യേശു. അതെ, ഞാനത് കണ്ടുപിടിക്കുന്നില്ല. വിശ്വാസത്തിന്റെ വാക്കാ പറയണം. ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. രണ്ട്, ഇവര് എല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. പക്ഷേ നീ അവിടെ ഇരിക്കും, എവിടെ പോവാ? അവിടെ ഇരി. വായിച്ചാ മോളെ, 7-ാം വാക്യം വായിച്ചേ. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃക. ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. അതൊക്കെ അല്പം ബുദ്ധിമുട്ടാ. എന്തുവാ? കമ്പയറടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മൈക്ക് കൂടെ പ്രാർത്ഥിക്കുന്നതിനും കൺവെൻഷൻ പ്രസംഗിക്കുന്നതും വലിയ കുഴപ്പമൊന്നുമില്ല. പ്രസംഗം ഒരു കലയും കൂടാ. പക്ഷെ മാതൃകയോടെ നിൽക്കുന്നത് ജോർജാനും കൊച്ചമ്മ നല്ല മാതൃകയോടാ പോയത്. സ്തോത്രം. അതാ വിശ്വാസവും പ്രത്യാശയും. ഈ മാതൃകയോടെ ജീവിക്കണ ഒത്തിരി വില വേണ്ടേ? അതിന് തർക്കം ഉണ്ടാകുക. മാതൃകയോടെ ഇരിക്കുന്നവർ ഇത്ര എടുത്തോട്ടെ. മാതൃക നിന്നെ നല്ല 5 ഇഞ്ചിന്റെ മെറ്റിൽ അറിയണം. 5 ഇഞ്ചിന്റെ റോഡ് പണി കിട്ടതാ. ഞാൻ പറഞ്ഞ അച്ഛന് മനസ്സിലാകുന്നുണ്ടോ? ഇല്ലേ? അതറിഞ്ഞാൽ മതി. അല്ല, ഞാൻ പോയി കഴിയുമ്പോൾ അയാൾ എന്നാ പറഞ്ഞു ഒന്നും പിടികിട്ടില്ല എന്ന് പറയരുത്. ദൈവത്തിന് മഹത്വം. എടാ, മാതൃകാ വിശ്വാസിയായിട്ട് നിൽക്കണമെന്ന്. അയലത്തുകാരോട് പിണങ്ങിയിരിക്കരുത്. ഒരു അപ്പുറത്തുകാരുമായിട്ട് മിണ്ടി എന്നിട്ട് അന്തി ആകുമ്പം പാട്ട് പാടുക. 1000 10,000 ഇതോ അവരോട് മിണ്ടിട്ട് എത്ര കൊല്ലമായി? നീ എന്തിനിങ്ങനെ കാളെ അമറും പോലെ? ഏതായാലും 5 മിനിറ്റ് കൊണ്ട് എടുക്കുക, എന്നാ നാശം വന്നാലും. മാതൃക വേണ്ടേ? അപ്പനും അമ്മയ്ക്ക് വെള്ളം കൊടുക്കല, അമ്മായിയമ്മ തല്ലി ഇറക്കി വിട്ട്. സഹോദരി വിട്ടെന്നല്ല പറഞ്ഞത്, ഞാൻ പൊതുവെ പറഞ്ഞതാ. വിട്ടിട്ടില്ലല്ലോ. അല്ല, അത് അറിയണം. അപ്പനും അമ്മയ്ക്ക് വെള്ളം കൊടുക്കല, അവർ അനാഥശാലയില്ല. എന്നിട്ട് രാവിലെ ട്രാക്റ്റുമായിട്ട് തമ്പിയുടെ ഹൃദയം. എന്തിനാ തമ്പിയുടെ ഹൃദയമായിട്ട് പോകുന്നത്? നിന്റെ ഹൃദയം ശരിയാകണ്ടേ? നിന്നെ പട്ടി കടിക്കും. അതിനൊരു തർക്കവുമില്ല. അപ്പനും അമ്മയ്ക്ക് വെള്ളം കൊടുക്കാതെ തമ്പിയുടെ ഹൃദയമായിട്ട്. പിന്നെ അയ്യോ, മാതൃകയോടെ നിൽക്കുന്ന അല്പം ബുദ്ധിമുട്ടാണ്. സ്തോത്രം. ഒരു പിച്ചക്കാരൻ വന്നാൽ 10 പൈസ കൊടുക്കുകയല്ലോ ചിലര്. കഴിച്ചാൽ വെച്ചാൽ പട്ടി കൊണ്ട് സൂക്ഷിക്കാം. പിന്നെ ദൂതൻ എന്ത് ചെയ്യേ? നമ്മളങ്ങനല്ലേ പറഞ്ഞത്? ദൂതനുണ്ടെന്നല്ലേ? തവേ നിന്റെ ദൂതന്മാർ ഊരി പിടിച്ച വാളുമായി ദൂതം വന്നപ്പോൾ അൽസേഷൻ കണ്ട് ദൂതം പറഞ്ഞങ്ങോട്ട് കയറണ്ട. നമുക്ക് നിങ്ങൾ ചിരിച്ചു കളയാനല്ല. നീ ജീവനുള്ള ദൈവത്തെ സേവിച്ചാൽ നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ഒരു തർക്കവുമില്ല. അല്ല, മാതൃകയോടെ നിൽക്കുന്ന അല്പം ബുദ്ധിമുട്ടാണ്. സംസാരം, പ്രവൃത്തി, വസ്ത്രധാരണം, ഇടപാട്, കൊടുക്കുവാങ്ങല്, ഇതൊക്കെ തെസ്സലോനിക്ക വിശ്വാസികൾ എല്ലാവർക്കും മാതൃകയാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ്. രണ്ട് മാതൃക പറയും, അതിനെ നേരമുള്ളൂ. 2 മാതൃക. എന്തോ മോളെ മാതൃക? ഒന്നാമത്തെ മാതൃക 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ചേ. 6. കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അതാ ഒരു മാതൃക എന്ന് പറഞ്ഞ ദൈവദാസന്മാര് വചനം പറയുമ്പോൾ ഇവര് സന്തോഷത്തോടെ അത് കൈക്കൊണ്ടു. ഇനി ദൈവദാസന്മാർ എങ്ങനെയാ വചനം പറയണ്ടേ? 5-ാം വാക്യം വായിച്ചേ മോളെ. ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രം, കുറെ വാക്യം മാത്രം വിളിച്ച് പറയല്ല. പിന്നെ എങ്ങനെ അടുത്തത്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും ഇങ്ങനെ വചനം പറയേണ്ടത്. ശക്തി ഉണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവുണ്ടായിരിക്കണം, നിശ്ചയം. അങ്ങനെയൊക്കെ ശുശ്രൂഷിക്കണ്ടേ? ഇത് ശക്തിയില്ല, പരിശുദ്ധാത്മാവില്ല, നിശ്ചയം ഒട്ടുമില്ല. തെറ്റിക്കഴിയുമ്പോൾ മറുഭാഷയും പറയും. ഓർക്കാതെ വരുമ്പം ക്രൈസ്തലോ. ഈ നിങ്ങൾ സാധുക്കളാകുന്ന സഹോദരിമാരെ അഭിനന്ദിക്കും. നിങ്ങൾ അറിഞ്ഞ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കും. പുള്ളി ഇങ്ങനെ എല്ലാത്തിനും പുള്ളി കോരച്ച ഉടനെ ഓണമല്ലേ? കുട്ടനാട്ടി താറാവ് വെള്ളത്തിൽ ചാടും. ഒരു താറാവ് ചാടിയാ പുറകെ വരുന്നത് ചാടി. നമ്മളെ നീ എന്തിനാണ് കുഞ്ഞമ്മ ചാടിയപ്പോ ഞാൻ ചാടി? അങ്ങനല്ല ഇപ്പോഴത്തെ ആരാധന. കാരി പറഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാൻ. അത് ഞാൻ വിവരിക്കുന്നില്ല. ശക്തിയോടും നിശ്ചയത്തോടും പരിശുദ്ധാത്മാവോടും കൂടെ വചനം അങ്ങോട്ട് പറയും ദൈവദാസന്മാർ. ഈ ദൈവദാസന്മാർ അങ്ങനെ വചനം പറയുമ്പോൾ എങ്ങനെയാ കേൾക്കേണ്ടത്? 6-ാം വാക്യം മോളെ. കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും എന്ന് പറഞ്ഞാൽ ഈ മാർഗത്തിൽ വന്നാൽ നിനക്ക് കഷ്ടങ്ങളുണ്ട്, ആക്ഷേപമുണ്ട്, നിന്ദയുണ്ട്, അപമാനമുണ്ട്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ മാനാപമാനങ്ങളും ദുഷ്കീർത്തിയും സൽകീർത്തിയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ശാരീരിക വ്യതകളുണ്ട്.
വേദനയുണ്ട്, മനപീഡകളും വരും. ഇതൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന കൂടപ്പെട്ട് കേൾക്കപ്പെടുന്നവർക്ക് പലവിധ വിഷയങ്ങളും പല കഷ്ടങ്ങളിൽ കൂടി പോകുന്നവരാ. അതൊക്കെ ആണെങ്കിൽ ഒരു കാര്യം പറയുക, ഈ കഷ്ടങ്ങളുടെ നടുവിലും എങ്ങനെ വചനം കേൾക്കണമെന്നറിയാമോ? സന്തോഷത്തോടെ വചനം കേൾക്കണം. ഈ വചനം ആണ് ഇരുവായ്ത്തലുള്ള വാളുകൾക്ക് മൂർച്ച കയറുന്ന വചനമാണ്. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാണ്. ഇത് ഉലകിലേക്ക് ശുദ്ധി ചെയ്ത വചനമാണ്. ഇത് വേദന തെങ്കത്തിൽ മധുരമുള്ള വചനമാണ്. ഇത് കാലിന് ദീപമാണ്. ഇത് പാദത്ത് പ്രകാശമാണ്. ഇന്ന് രാത്രി ഈ വചനം നിനക്ക് സൗഖ്യം തരുന്ന വചനമാണ്. അവനവന്റെ വചനമത്സവരെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി രോഗപീഠകളിൽ വളരുന്ന ആരെങ്കിലും, മനപീഠകളിൽ വളരുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ യേശു നിന്നെ സൗഖ്യമാക്കും. അതിവേഗത്തിലുള്ള വചനം, ഏതെങ്കിലും തേൻകെട്ടെങ്കിലും മധുരമുള്ള ദൈവവചനം. അംശയാൽ ഇന്ന് രാത്രി വിടുതലെടുക്ക്. നിന്റെ ശരീരത്തിൽ വിടുതൽ, നിന്റെ ശരീരത്തിൽ വിടുതൽ. അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, രക്തത്തിനകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗാണുക്കൾ, രോഗഭീകങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. സങ്കല്പമന ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ശിരസ്സുമല്ല ഭാരം വരെ ദൈവത്തിന്റെ ശക്തി. സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. മാനസിക വേദന മാറട്ടെ, നിരാശകൾ എന്നിരാത്രി മാറട്ടെ. ദൈവത്തിന് മതിക്കും, ദൈവത്തിന് മതിക്കും. സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. ദീർഘമാക്കുന്നില്ല. ഈ ട്രെയിനിന്റെ ചങ്ങല വലിക്കും പോലെ ഞാൻ വലിക്കാൻ പോവാ. സ്തോത്രം. ഡൽഹിയിലാണ് ചെല്ലേണ്ടത്. ഞാൻ ചെന്നൈ വെച്ച് വലിക്കുക. അതേ പോക്കുള്ളൂ. ഈ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള തിരുവഴുത്തിൽ വായിച്ച, അതാ കണ്ണിക വായിച്ചത്. അവിടെ 4 കാര്യം. 1, ഒരു മടങ്ങി വരവ്. 2, ഒരു ഉയർപ്പ്. 3, ഒരു രൂപാന്തരം. 4, ഒരു സമാഗമനം. അതൊക്കെ വിസ്തരിച്ച് പോകേണ്ടതാ, തുനിയുന്നില്ല. ഒറ്റവാക്കി പറഞ്ഞെങ്കിൽ നിർത്തുക. ആര് മടങ്ങി വരുന്നു? യേശു വീണ്ടും മടങ്ങി വരുന്നു. വീണ്ടും വരുന്നത് പറഞ്ഞപ്പോൾ ഒന്ന് വന്നതാ. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിച്ചു. എങ്ങനെ സ്വായത്തമാക്കാം? വിശ്വസിക്കുന്നവർക്ക്. എങ്ങനെ പാപം പരിഹരിക്കും? അവിടുത്തെ പുണ്യാക രക്തം, സകല പാപങ്ങളും പോയിട്ട് നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തം. ആ രക്തത്താൽ പാപമോചനമുണ്ട്. യേശുവിൽ വിശ്വസിക്കുക. അവിടുത്തെ തിരുരക്തത്താൽ നിന്റെ സകല പാപങ്ങളും മോചിക്കും. ആ യേശു മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്ത് സ്വർഗത്തിലേക്ക് കരകയറി. അധികം താമസിക്കാതെ അവിടുന്ന് തിരിച്ചു വരും. അതാ മടക്കി വരും. തിരിച്ചു വരാന്ന് പറഞ്ഞ ആരും പോയിട്ടില്ല, യേശു മാത്രമേ പോയുള്ളൂ. വേറെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നല്ലേ വരുന്ന കാര്യം. നമ്മൾ ചോദിക്കാല്ലേ, അപ്പച്ചൻ എങ്ങനെയാ പോയത്? അപ്പച്ചൻ ഒന്നും പറഞ്ഞില്ല. അല്ല, ഒത്തിരി അപ്പച്ചന്മാരുണ്ടല്ലോ, അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ അപ്പച്ചൻ പോയ കാര്യമല്ല പറഞ്ഞത്, വേറെ അപ്പച്ചന്മാരുണ്ട്. പോയ പുള്ളിക്കാരെ എങ്ങനെയാ പോയത്? ഒന്നും മിണ്ടിയില്ല. യേശു മിണ്ടാതെയും പറഞ്ഞിരിക്കാതെ അല്ല പോയത്. അരുമ ശിഷ്യന്മാരോട് പറഞ്ഞു തലവെടുക്കാൻ പോവുക. ഒക്കെ ക്രമപ്പെടുത്തിയിട്ട് തിരിച്ച് സ്തോത്രം. സത്യമായെന്നിലും നിത്യപിതാവിലും, സത്യമായെന്നിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. പോയി വരും ഞാൻ, പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. അപ്പൊ യേശു വീണ്ടും മടങ്ങി വരും. 2, ഒരു ഉയർപ്പ്. അത് ആര് ഉയർക്കും? അവിടുത്തെ വീണ്ടും വരവിൽ എല്ലാവരും ഉയർക്കത്തില്ല. ക്രിസ്തുവിൽ മരിച്ച കോടി വിശുദ്ധന്മാർ ഉയർത്തു വരും ഒരു പുത്തൻ ശരീരത്തോടെ. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, പൂതിഗന്ധം ഉണ്ടാക്കുന്ന ഈ ദേഹം തകരും, ഒരു പുത്തൻ ശരീരം നമുക്ക് ലഭിക്കും. അതൊക്കെ പാടി പ്രസംഗിക്കുന്നത്. ആ പൂതിഗന്ധം നിറയൂമി, പൂതിഗന്ധം നിറയൂമി, ദേഹം തകർത്തിടുമേ മംഗളം. പൂതിഗന്ധം ഉണ്ടാക്കുന്ന ദേഹം തകർ. ഈ ദേഹം ദുർഗന്ധം ഉണ്ടാക്കുന്നത്. അതാ പൂതിഗന്ധം, ദുർഗന്ധം ഇല്ലേ ഈ ശരീരം? ഞാൻ അല്പം കടത്തി പറയാം, പിള്ളേര് പ്രയാസപ്പെടരുത്. ജഗപാസ്റ്റും സാമ്പാസ്റ്റും കുഞ്ഞുങ്ങളാരും പ്രയാസപ്പെടരുത്. ബഹുമാനപ്പെട്ട അപ്പച്ചനെ നമ്മൾ അടക്കാതെ മോർച്ചറി വെക്കാതെ ഈ പെരക്കകത്ത് ഒരു 5 ദിവസം കൂടെ വെച്ചിരുന്നെങ്കിൽ ഇവർക്ക് ദുർഗന്ധം ഉണ്ടാകും. ആരും ഇവിടെ കയറുകയല്ല.
അല്ല ഈ ദുർഗന്ധം ഉണ്ടാക്കുന്ന വേഗമാണ്, ഇതങ്ങ് മാറും. പിന്നെയോ ഒരു പുത്തൻ ശരീരം നമുക്ക് ലഭിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പൊ ഒന്ന്, ഒരു മടങ്ങി വരവ്, യേശു മടങ്ങി വരും. രണ്ട്, അവനൊരു ഉയർപ്പ്, ക്രിസ്തുവിൽ മരിച്ച കോടി കോടി വിശുദ്ധന്മാർ ഉയർത്തു വരുമ്പോൾ വാത്സല്യമാനാവും നമ്മെ വിട്ടു പോയ പിതാവും നമ്മളെ വിട്ട് മൺമറഞ്ഞ് കർത്താവിൽ നിന്ന് പ്രാപിച്ച സകല വിശുദ്ധന്മാരും ഉയർത്തു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. മൂന്ന്, രൂപാന്തരം. എന്തുവാ ഈ രൂപാന്തരം? രൂപാന്തരം രൂപാന്തരം എന്ന കാര്യമാണ്. പണ്ടെടുത്തോണ്ട് ചോദിച്ചു, രൂപത എന്ന് പറഞ്ഞാൽ അത് രൂപ തരാൻ കൂടെ അവര് അതാ രൂപത രൂപതാന്ന് അതിനാ രൂപത, അതിരൂപത, അധികം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ ഈ രൂപാന്തരം. എന്തുവാ രൂപാന്തരം? ഇങ്ങനെ വെച്ചാൽ എനിക്ക് മനസ്സിലാകില്ല. രൂപാന്തരം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പേരെന്നാ? വിളിപ്പച്ചാന്. എന്താ വിളിപ്പച്ചാന്റെ ഈ രൂപം അങ്ങ് മാറും കാളെന്ന് നിൽക്കുമ്പം. നമ്മുടെ ഈ രൂപം അത്ര നല്ലതല്ല, നമുക്കും അറിയാം, മറ്റവർക്കും എല്ലാവർക്കും അറിയാം. കുറ്റമല്ലേ പറഞ്ഞത്? ഇത് ഏത് മുഖാന്തരം ലഭിച്ച ശരീരമല്ലയോ? അപ്പൊ ഇതിന് അതിൻ്റെതായ അപാകതകൾ ഉണ്ടെന്ന്. പാപനിമിത്തം ഇങ്ങനൊന്നും അല്ല ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം ശ്രേഷ്ഠമല്ലേ? പാപനിമിത്തമായി പരിവകേടായത്. ഈ രൂപം അത്ര നല്ലതല്ല, നമുക്കും അറിയാം. അതുകൊണ്ടല്ലേ കടയിൽ കയറി തുണി എടുത്തിട്ട് ബോധിക്കുന്നില്ലല്ലോ. രാവിലെ കയറിയതാ ഇല്ലേ? ഞാൻ അടുത്ത കാലത്തും പേരൊന്നും പറയുന്നില്ല, ഞങ്ങളുടെ സഭയിലെ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ഡ്രസ്സ് വാങ്ങാൻ കുറച്ച് നാൾ മുമ്പ്, ഈ അടുത്ത സമയത്തും പോയി, അതല്ല വേറെ, അതിന് മുമ്പ് ചെന്നു. നമ്മുടെ കുറേ ആൾക്കാരാ, ബന്ധുക്കോസുകാരാ, വേറെ ആൾക്കാരെ കണ്ടു, സമുദായക്കാരും ഉണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പം നമ്മുടെ ഒരച്ചായനാ ആ സെറ്റിയിൽ ഇങ്ങനെ കിടക്കുക, വയ്യ പുള്ളിക്ക്. എന്നെ കണ്ടുകൊണ്ട് ഒരു കൈ കുത്തി ഇങ്ങനെ നോക്കി. എന്നാ രാവിലെ വന്നതാന്ന് പറഞ്ഞു. 4:30 ഉച്ച കഴിഞ്ഞ്. ഞാനുണ്ട് പെമ്പിള്ളേയും പിള്ളേരും എല്ലാം മേളിലോട്ട്. അത് പറയാൻ പോലും പാവത്തിന് അനിയും കുടിച്ചില്ല, വെള്ളം ഇറക്കാതെ അയാൾ അവിടെ കിടക്കുക, കയറി പോദിക്കുക. തള്ളയും മക്കൾ എടുത്തിട്ടും ബോധിക്കുന്നില്ല. കാരണം അല്ലേ, ഏതങ്ങോട്ട് വെച്ച് നോക്കിയിട്ടും ഒക്കുന്നില്ല. അതായത് ഷേപ്പ് നല്ലതല്ല അല്ലേ? എന്നിട്ട് വീട്ടിൽ കൊണ്ട് നടന്നു, അയ്യോ നമ്മൾ ലൈറ്റ് മറ്റത്തി എടുത്തത് കൊണ്ടാണ്. ഞാൻ പണ്ട് പറഞ്ഞത് ആ സന്ദർഭം വന്നുകൊണ്ട് ഫിലിപ്പച്ച ഒന്നുകൂടെ പറഞ്ഞോട്ടെ. അനുവാദം എന്താ? പണ്ട് പറഞ്ഞതാ, നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒന്നുകൂടെ അങ്ങ് പറയുക. പണ്ട് ചേടത്തി അനിയത്തും കൂടെ കടയിൽ തുണി എടുക്കാൻ കയറി, എടുത്തിട്ട് സെയിൽസ്മാർ എടുത്തെടുത്തിട്ട് ഇന്നും ബോധിക്കുന്നില്ല, മുഴുവൻ എടുത്തിട്ട് ബോധിക്കുന്നില്ല. പിന്നെ ചേടത്തി ചോദിച്ചു ഇനിയുണ്ടോന്ന്. അവൻ പറഞ്ഞു ഇനി എൻ്റെ ഉടുതുണി കാണിക്കുകയില്ല, തരികയില്ലെന്ന് പറഞ്ഞു. ഇരുന്ന തുണി മുഴുവൻ എടുത്തിട്ടും തള്ളയ്ക്കും അനിയത്തിക്കും ബോധിക്കും. അവർ ചോദിച്ചാൽ ഇനിയുണ്ടോന്ന്. അവനും വെള്ളം കുടിക്കുന്നില്ല, അവനെയും കൂടെ കൊടുക്കുക. അവൻ പറഞ്ഞു നീ എൻ്റെ ഉടുതുണിയാ, ഇത് കാണിക്കത്തുമില്ല, തരികയില്ലെന്ന് പറഞ്ഞു. ഇത് കുറ്റമല്ലേ പറഞ്ഞത്? ഈ രൂപം അത്ര ശരിയല്ല, അതുകൊണ്ട് അങ്ങോട്ട് വെച്ചിട്ടും ഒക്കുന്നില്ല. ഇനി നിരാശപ്പെടുകൊന്നും വേണ്ട, ഈ രൂപം അങ്ങ് മാറും. അതാ രൂപാന്തരം. ഈ രൂപം അങ്ങ് മാറും, ഈ ഷെയ്പ്പ് അങ്ങ് മാറുമെന്ന്. ഷെയ്പ്പുകേടായിപ്പം ഇതങ്ങ് മാറും. പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞല്ലോ, ആമേൻ സ്തോത്രം. പക്ഷെ ഒരുവൻ മരിച്ചവൻ അങ്ങനെ വരുമെന്ന് മേലുവിധം ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ലായെങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളത്രേ. ദൈവമോ ഓരോന്നിന് അതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനോ അതുകൊണ്ട് തന്നെ ഈ രൂപം മാറും, ഈ ഷേപ്പ് മാറും, ഒരു പുത്തൻ ശരീരം നിനക്ക് കിട്ടും. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹിത കൊടുക്കുക. ഒടുവിലായൊരു സമയഗമനമുണ്ട്. യേശു സ്വർഗത്തിൽ നിന്ന് വരും, ക്രിസ്തുവിൽ മരിച്ചവർക്കും ജീവനോടിരിക്കുന്ന മാനസാന്തരപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശിനടുത്ത് കൂട്ടായ്മ ആചരിച്ച് അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് വേർപാട് പാലിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷോടെ ജീവിക്കുന്ന സകല വിശുദ്ധന്മാരും രൂപാന്തരപ്പെടും. രണ്ടു കൂട്ടരും ഒന്നിച്ച് കർത്താവിനെ എതിരേൽക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ വഹിക്കപ്പെടും. ആ പ്രത്യാശ ഇന്ന് രാത്രി എല്ലാവരെയും ഭരിക്കട്ടെ. കൂടപ്പെട്ടവരെ ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. യേശു വരാനായി.